AJ കൊമേഴ്സ് ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 4 വീഡിയോ ആണ്. പാർട്ട് 3 വീഡിയോയിൽ വരെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ആദ്യത്തെ മെത്തേഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പാർട്ട് 4ലേക്ക് പോവുകയാണ്. പാർട്ട് 4ൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള കൺവേർഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നോക്കാം, എന്താണ് കൺവേർഷൻ മെത്തേഡ്. നമുക്കറിയാം, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡാണ്, അൺസയൻറ്റിഫിക് അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരുപാട് മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടാവും. ഈ മിസ്സിംഗ് ഫിഗേഴ്സൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് കറക്റ്റ് ആവണമെന്നില്ല. അവിടെ ഒരുപാട് മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ട്. അതിൽ ചിലത് മാത്രമേ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൂ. ഈവൻ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റൽ പോലെയുള്ള മിസ്സിംഗ് ഫിഗേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ എന്താണ് കൺവേർഷൻ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ആ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എങ്ങനെയാണോ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു ട്രേഡറുടെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓൺലി റിവീൽസ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ബിസിനസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് കംപ്ലീറ്റ് റെക്കോർഡ്സ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ഒരുപാട് മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടാവും. നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ഫിനാൻഷ്യൽ പൊസിഷൻസ് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഫോർ അസർട്ടൈനിങ് കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ദ ബിസിനസ് ബൈ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് ഇൻ ദ കേസ് ഓഫ് ഡബിൾ എൻട്രി. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കൺവേർഷൻ മെത്തേഡ്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺവേർഷൻ മെത്തേഡ്: ടു ഓവർകം ദ ഡിഫക്ട്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഡിഫക്റ്റ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺവേർഷൻ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ടു അസർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. അതിൻ്റെ മീനിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിന് ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് കൺവേർഷൻ മെത്തേഡിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, മൂന്നാമത്തത്, ടു അസർട്ടൈൻ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിലും ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് മിസ്സിംഗ് ഫിഗേഴ്സും അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. ദെൻ കൺവേർഷൻ മെത്തേഡ് ആണെങ്കിൽ എല്ലാ മിസ്സിംഗ് ഫിഗേഴ്സും കണ്ടുപിടിക്കുന്നതിലൂടെ നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്തായിരിക്കും? ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കും. ദെൻ നാലാമത്തെ പോയിന്റ്, ടു മെയിൻറ്റെയിൻ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. ആക്യുറേറ്റ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റീവാണ് ആക്യുറസി, ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അഞ്ചാമത്തത്, ടു അവോയ്ഡ് ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ആണ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരുപാട് എറേഴ്സും ഫ്രോഡുകളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരമൊരു ഫ്രോഡുകളെയും അതുപോലെ എറേഴ്സിൻ്റെയും വരാനുള്ള ചാൻസുകൾ കുറക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റും? കൺവേർഷൻ മെത്തേഡ് കൊണ്ട് പറ്റുന്നതാണ്. ദെൻ അവസാനത്തെ പോയിന്റ്, ടു പ്രൊവൈഡ് റിലയബിൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കൺവേർഷൻ മെത്തേഡ് കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ നമ്മൾ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ കൺവേർഷൻ മെത്തേഡിൽ പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് കൺവേർഷൻ മെത്തേഡ്? സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ മിസ്സിംഗ് ഫിഗേഴ്സ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സിനെ കംപ്ലീറ്റ് ആക്കി മാറ്റുന്നതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആക്കി മാറ്റുന്ന സമയത്ത് മിസ്സിംഗ് ഫിഗേഴ്സുകൾ ഉണ്ടാവാം. ആ മിസ്സിംഗ് ഫിഗേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കൺവേർഷൻ മെത്തേഡിൽ കണ്ടുപിടിക്കണം. കൺവേർഷൻ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൊസീജിയർ ഓഫ് കൺവേർട്ടിംഗ് സിംഗിൾ എൻട്രി ഇൻറ്റു ഡബിൾ എൻട്രി.
എങ്ങനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മിസ്സിംഗ് ഫിഗേഴ്സ് അവിടെ ഉണ്ടാവും. എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും ആ ഒരു ട്രേഡർ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതാണ് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിൽ പഠിക്കുന്നത്, പ്രൊസീജിയർ ഓഫ് കൺവേർട്ടിംഗ് സിംഗിൾ എൻട്രി ഇൻറ്റു ഡബിൾ എൻട്രി. അതിൽ ഒന്നാമത്തെ പോയിന്റ്, പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മളിത് പഠിച്ചതാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കൺവേർഷൻ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ഒരു ഫോർമാറ്റ്, ഇതേ ഒരു പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യാം. ദെൻ രണ്ടാമത്തത്, പ്രിപ്പയർ ക്യാഷ് ബുക്ക് ഫോർ അസർട്ടൈനിങ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. അപ്പോൾ ക്യാഷുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് പോലെയുള്ള ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അത്തരം മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. ദെൻ മൂന്നാമതായിട്ട്, പ്രിപ്പയർ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഫോർ അസർട്ടൈനിങ് ക്രെഡിറ്റ് സെയിൽസ് or opening debtors or closing debtors or cash received from debtors. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ക്രെഡിറ്റ് സെയിൽസോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സോ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സോ അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമേ അറ്റ് എ ടൈമിൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് വരച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നുകിൽ ക്രെഡിറ്റ് സെയിൽസ് ആവാം, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആവാം, ചിലപ്പോൾ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആവാം. നമ്മുടെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ട് ഏതെങ്കിലും ഒരു മിസ്സിംഗ് ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു മിസ്സിംഗ് ഫിഗർ നമുക്ക് അസർട്ടൈൻ ചെയ്യാം. ദെൻ നാലാമത്തെ പ്രൊസീജിയർ ആയിട്ട് പറയുന്നത്, പ്രിപ്പയർ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഫോർ അസർട്ടൈനിങ് ക്രെഡിറ്റ് പർച്ചേസ് ഓർ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ഓർ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഓർ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നേരത്തെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ക്രെഡിറ്റ് പർച്ചേസോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സോ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സോ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അറ്റ് എ ടൈമിൽ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഇതിൽ ഏതെങ്കിലും ഒരു മിസ്സിംഗ് ഫിഗർ മാത്രമേ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം. ദെൻ പിന്നീട് പറയുന്നത്, അഞ്ചാമത്തെ പ്രൊസീജിയറായിട്ട് പറയുന്നത്, പ്രിപ്പയർ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ബിൽസ് റെസീവബിൾ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ഓർ ഓപ്പണിംഗ് ബിൽസ് റെസീവബിൾ ഓർ ക്ലോസിംഗ് ബിൽസ് റെസീവബിൾ. ബിൽസ് റെസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഈ വർഷം റിസീവ് ചെയ്തിരിക്കുന്ന ബിൽസ് റെസീവബിൾ എത്രയാണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബിൽസ് റെസീവബിൾ എത്രയാണ്, അല്ലെങ്കിൽ ക്ലോസിംഗ് ബിൽസ് റെസീവബിൾ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തതായിട്ട് ബിൽസ് പേയബിൾ അക്കൗണ്ട് ആണ്. നേരത്തെ നമ്മൾ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ നമുക്ക് ബിൽസ് പേയബിൾ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഏതൊക്കെ ഐറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ബിൽസ് പേയബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്നുകിൽ ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദ ഇയർ ആവാം, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബിൽസ് പേയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ ക്ലോസിംഗ് ബിൽസ് പേയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാം, ബിൽസ് പേയബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ദെൻ ഏഴാമത്തെ പ്രൊസീജിയറായിട്ട് പറയുന്നത്, ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ എബോവ് അക്കൗണ്ട്സ്, നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അക്കൗണ്ട്സുകളും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസ് ആൻഡ് ടോട്ടൽ പർച്ചേസ്. നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, ഒരു ട്രേഡർ, ഒരു സോൾ പ്രൊപ്രൈറ്റർ അയാളുടെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് പെർ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ ഒരു ട്രേഡറുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ടോട്ടൽ പർച്ചേസിൻ്റെയും ടോട്ടൽ സെയിൽസിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്. അങ്ങനെ ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ എട്ടാമത്തെ പോയിൻ്റ് ആയിട്ട് പറയുന്നത്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഡബിൾ എൻട്രി പ്രോസസ് പ്രിപ്പയർ ട്രയൽ ബാലൻസ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അക്കൗണ്ടും എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് കഴിഞ്ഞാൽ, മുകളിലത്തെ എല്ലാ അക്കൗണ്ട്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് മിസ്സിംഗ് ഫിഗേഴ്സൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ട്രയൽ ബാലൻസ് ആണ്.
ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയും ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഒരു ട്രേഡറുടെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നത്, ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു ട്രേഡറുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനും വേണ്ടി പറ്റും. ട്രയൽ ബാലൻസിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും ബേസിലാണ് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസും ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പ്രൊസീജിയറിൻ്റെ ബേസിൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ കൺവേർഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഡിഫറെൻറ്റ് മിസ്സിംഗ് ഫിഗേഴ്സാണ് ഉണ്ടാവുക. ഈ മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് അക്കൗണ്ടുകൾ വരക്കണം. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് ചോദിക്കാറില്ല. 1, 2, 3 മിസ്സിംഗ് ഫിഗേഴ്സാണ് ഉണ്ടാവുക. ഈ 1, 2, 3 മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ള അക്കൗണ്ടുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിപ്പയർ ചെയ്താൽ മതി. ഇത്രയും അക്കൗണ്ടുകൾ ഒരു ക്വസ്റ്റ്യനിൽ സാധാരണയായിട്ട് വരാറില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ദെൻ ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് പർച്ചേസസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബിൽസ് റെസീവബിളുമായിട്ട് ബന്ധപ്പെട്ട മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടി ബിൽസ് റെസീവബിൾ അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസസ് ഒക്കെ കണ്ടുപിടിക്കാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെയും കൂടെ ബേസിലാണ് നമ്മൾ ഒരു ട്രേഡറുടെ പ്രോഫിറ്റ് ആൻഡ് ലോസും ഫൈനാൻഷ്യൽ പൊസിഷനും പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്, അത്തരം അക്കൗണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ അവസാനമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രയൽ ബാലൻസിലെ ഇൻഫർമേഷൻസും അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റിലെ ഇൻഫർമേഷൻസും യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു പ്രൊസീജിയറിൽ ഏറ്റവും അവസാനമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഏതൊക്കെയാണ് മിസ്സിംഗ് ഫിഗേഴ്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ ഒരു മിസ്സിംഗ് ഫിഗേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് അക്കൗണ്ട്സുകളൊക്കെ വരച്ചുകൊണ്ട് മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ ഒരു ഡബിൾ എൻട്രിയിൽ എങ്ങനെയാണോ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യണം. ഇതാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ പഠിച്ചു വെക്കേണ്ടത്. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ ക്വസ്റ്റ്യനും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെയാണ് മിസ്സിംഗ് ഫിഗേഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് അസർടൈൻമെൻറ്റ് ഓഫ് സെയിൽസ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട സെയിൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസും അതേപോലെ ക്രെഡിറ്റ് സെയിൽസും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയാം. ചിലപ്പോൾ ക്യാഷ് സെയിൽസ് കൊടുക്കണമെന്നില്ല. ക്യാഷ് സെയിൽസ് കൊടുത്തിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. ദെൻ അതേപോലെ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിലായിരിക്കും. ഒരു അസറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്തായിരിക്കും, ഡെബിറ്റിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ബാലൻസ് ബ്രോ ഡൗൺ. ദെൻ മറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടു ബിൽസ് റെസീവബിൾ ഡിസോണേഡ് ആവുന്നുണ്ടെങ്കിൽ, ഓക്കെ, ബിൽസ് റെസീവബിൾ ഡിസോണേഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റിൽ കാണിക്കണം. ടു ഫ്രൈറ്റ് ആണ്. ദെൻ ടു ക്രെഡിറ്റ് സെയിൽസ്, ബാലൻസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് കാണിക്കേണ്ടത്. ഡെബിറ്റ് സൈഡിലും അതേപോലെ ക്രെഡിറ്റ് സൈഡിലും തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിനൊരു ബാലൻസ് കണ്ടുപിടിക്കുക. ആ ഒരു ബാലൻസ് എമൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണോ ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഡെപ്റ്റേഴ്സുമായിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ആ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് എഴുതേണ്ടതാണ്.
ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓരോ ഐറ്റത്തിൻ്റെയും ജേണൽ എൻട്രി നമുക്ക് അറിഞ്ഞിരിക്കണം, ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും ജേണൽ എൻട്രി കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് അത്രത്തോളം സമയം എക്സാമിന് കിട്ടിയെന്ന് വരില്ല. എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക? ഇതിൻ്റെ ജേണൽ എൻട്രീസ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറില്ല, ജേണൽ എൻട്രി മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷേ നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക? സിമ്പിളായിട്ട് അതിലൊരു ഷോർട്ട് കട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡെപ്റ്റേഴ്സ് കുറയുന്നതൊക്കെ, ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്നത്, ഓക്കെ, ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ക്രെഡിറ്റ് സൈഡിലും ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഡെബിറ്റ് സൈഡിലും കാണിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ ഡെപ്റ്റേഴ്സ് എന്താ ചെയ്യുക, ഡിക്രീസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഐറ്റം നിങ്ങൾ എവിടെ കാണിച്ചാൽ മതി, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് നമ്മൾ എവിടെ കാണിക്കുക, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. ബാഡ് ഡെപ്റ്റ്, നമുക്ക് കിട്ടാക്കടവുണ്ട്, നമ്മുടെ ഡെപ്റ്റേഴ്സിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് ഉണ്ട്, ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കുറയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് തരാനുള്ള പൈസയിൽ നിന്നും കുറയും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിക്കാം. ദെൻ ഈവൻ നമുക്കൊരു ബില്ല് തന്നിട്ടുണ്ട്, ഒരു ഡെപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽസ് തന്നിട്ടുണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്. ആ ഒരു ബിൽസ് റിസീവബിൾ ഉണ്ടാകുന്ന സമയത്ത് ഡെപ്റ്റേഴ്സ് കുറയാണ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇതൻ ആ ഒരു ബിൽസ് റിസീവബിൾ ഡിസോണഡ് ആവുന്ന കേസിൽ, ഓക്കെ, നമുക്ക് ചെക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചെക്ക് ഡിസോണഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഡെപ്റ്റേഴ്സ് നമുക്ക് എമൗണ്ട് തരാനുണ്ട്, ബിസിനസ്സിലേക്ക് പൈസ തരാനുണ്ട്. ആ സമയത്ത് ഡെപ്റ്റേഴ്സ് കൂടുകയാണ് ചെയ്യുന്നത്. ആ ഒരു കേസിലാണ് നിങ്ങൾക്ക് ഡെബിറ്റിൽ കാണാം ടു ബിൽസ് റിസീവബിൾ ബ്രാക്കറ്റിൽ ഡിസോണഡ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ടിൽ നിങ്ങളത് ഓർത്ത് വെക്കുക. ഡെപ്റ്റേഴ്സ് കൂടുന്നതൊക്കെ ഡെബിറ്റ് സൈഡിലും ഡെപ്റ്റേഴ്സ് കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസൊക്കെ ക്രെഡിറ്റ് സൈഡിലും കാണിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സാധാരണയായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക. ആ ഒരു ജേണലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത്തരം ജേണൽ എൻട്രീസ് നമുക്ക് സാധാരണയായിട്ട് ചോദിക്കാറില്ല. ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാതെ തന്നെ ഇങ്ങനെ വളരെ ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനെ മനസ്സിലാക്കാൻ വേണ്ടി, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് ഒന്ന് വരാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ അസർടെയിൻ ടോട്ടൽ സെയിൽസ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടോട്ടൽ സെയിൽസ് കാണാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ സെയിൽസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. 1/1/2019 24,000 ആണ്. ദെൻ സെയിൽസ് റിട്ടേൺസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, ഡിസ്കൗണ്ട്, ബിൽസ് റിസീവബിൾ റിസീവ്ഡ്, ബാഡ് ഡെപ്റ്റ്, ബിൽസ് റിസീവബിൾ ഡിസോണേഡ്, ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്യാഷ് സെയിൽസ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ടോട്ടൽ സെയിൽസ് കാണാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ടോട്ടൽ സെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ് പ്ലസ് എന്താണ്, ക്രെഡിറ്റ് സെയിൽസ് ആണ് അല്ലേ. ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാഷ് സെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ക്യാഷ് സെയിൽസ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 50,000 ആണ് ക്യാഷ് സെയിൽസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാം. ക്യാഷ് സെയിൽസ് ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റ് സെയിൽസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടില്ല എങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണെന്ത്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, എന്താണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാം. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ആണ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഉണ്ട്.
ദെൻ നമ്മൾ ആദ്യം എഴുതേണ്ടത് ആ ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് 1/1/2019 ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ട് 24,000 ആണ് നിങ്ങൾക്കിവിടെ റെക്കോർഡ് ചെയ്തതായിട്ട് കാണാം. പിന്നീട് വരുന്നത് ഞാൻ നേരത്തെ നിങ്ങളെ ആ ഒരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഷോർട്ട് കട്ടിലൂടെ നിങ്ങളതൊന്ന് ഓർത്ത് വെക്കുക. സാധാരണയായിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ജേണൽ എൻട്രിയിലൂടെയാണ് നമ്മൾ ലെഡ്ജറിലേക്ക് എത്തേണ്ടത്. പക്ഷേ ഷോർട്ട് കട്ടിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ദെൻ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഐറ്റം വരുന്നത് സെയിൽസ് റിട്ടേൺസ് ആണ്. സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിറ്റ സാധനങ്ങൾ സെയിൽ ചെയ്തത് റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഡെപ്റ്റേഴ്സ് കുറയുന്നതാണ്, ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. റിട്ടേൺ ഇൻവേർഡ്സ് ശ്രദ്ധിക്കുക, റിട്ടേൺ ഇൻവേർഡ്സ്. സെയിൽസ് റിട്ടേണിന് പറയുന്ന മറ്റൊരു ടേമാണ് റിട്ടേൺ ഇൻവേർഡ്സ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ പിന്നീട് പറയുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് എഴുതണം നമ്മളിൽ. എത്രയാണ്? 90,000 ആണ് ക്യാഷ് വരുന്നത്, 90,000. പിന്നീട് അടുത്തൊരു ഐറ്റം തന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് അലൗഡ് ടു ദം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബിസിനസ് ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുന്നതായത് കൊണ്ട് തന്നെ ഡിസ്കൗണ്ടിനെ ക്രെഡിറ്റിൽ റെക്കോർഡ് ചെയ്യാം. പിന്നീട് ബിൽസ് റെസീവബിൾ റിസീവ്ഡ് ആണ്. നമുക്ക് ബിൽസ് റെസീവബിൾ തരികയാണ്. ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ബിൽസ് റെസീവബിൾ പ്രൊവൈഡ് ചെയ്യുകയാണ്, ബിൽസ് റെസീവബിൾ തരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് കുറയും, നമുക്ക് റെക്കോർഡ് ചെയ്യാം ബിൽസ് റെസീവബിൾ. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്ന ഐറ്റം ബാഡ് ഡെപ്റ്റ്സ് ആണ്. നമുക്കറിയാം ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുന്നത് കിട്ടാക്കടമാണ്. നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് നിന്നും കുറയുന്ന ഒരു എമൗണ്ടാണ്. ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതിയിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ് 3,000 റുപ്പീസ് ആണ്. ഓക്കെ, ദെൻ പിന്നീട് നമുക്ക് അടുത്തൊരു ഐറ്റം ബിൽസ് റെസീവബിൾ ഡിസോണേഡ് ആണ്. നമുക്ക് നേരത്തെ റിസീവ് ചെയ്തിരിക്കുന്ന ബിൽസ് റെസീവബിൾ ഡിസോണേഡായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെപ്റ്റേഴ്സ് കൂടുകയാണ് ചെയ്യുന്നത്, ഡെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിലേക്ക് എഴുതണം. പിന്നീട് തന്നിരിക്കുന്നത് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആണ്. 31 ഡിസംബർ 2019 ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം അതൊരു ക്ലോസിംഗ് ഡേറ്റ് ആണ്. ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. ബാലൻസ് ക്യാരി ഡൗൺ ആണ് 20,000. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്യാഷ് സെയിൽസ് എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്യാഷ് സെയിൽസ് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നതല്ല. നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ സെയിൽസ് കാണുന്ന സമയത്താണ് ക്യാഷ് സെയിൽസ് കൺസിഡർ ചെയ്യേണ്ടത്. ഇത്രയും ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണേണ്ടത് ആ ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടോട്ടലി ചെയ്യുക. ടോട്ടലി ചെയ്തതിന് ശേഷം ആ ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമുക്കിവിടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിൽ 1,63,000 ആണ് കിട്ടുന്നത്. ദെൻ ഡെബിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് ബാലൻസ് ബ്രോ ഡൗണും അതേപോലെ ടു ബിൽസ് റെസീവബിൾ ഡിസോണേഡും ആണ്. ഓക്കെ, ബാലൻസും അതേപോലെ തന്നെ ബിൽസ് റെസീവബിൾ ഡിസോണേഡും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 31,000 മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെയാവുമ്പോൾ ബാലൻസ് ആയിട്ട് നമുക്ക് 1,32,000 ആണ് കിട്ടുന്നത്. ഓക്കെ, ബാലൻസ് ആയിട്ട് നമുക്ക് 1,32,000 കിട്ടും. അങ്ങനെ കിട്ടുന്ന ബാലൻസ് എമൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാം. ഇവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്ന 1,32,000 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ഇക്വേഷൻ നോക്കുക. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആയിരുന്നു. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ ക്യാഷ് സെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയും ആ ഒരു ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ട് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 1,32,000 ആണ് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാം. ക്യാഷ് സെയിൽസ് 50,000 ആണ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് നമ്മളിപ്പോൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ക്രെഡിറ്റ് സെയിൽസ് 1,32,000 ആണ്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 1,82,000 ആണ്. ഓക്കെ, 1,82,000 ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക നിങ്ങൾ. അപ്പോൾ നമുക്കൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. ദെൻ അതേപോലെ തന്നെ ടോട്ടൽ സെയിൽസ് ഓർ ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയാം. ടോട്ടൽ സെയിൽസ് കാണാൻ വേണ്ടി പറയുന്ന സമയത്ത് നമ്മൾ ആ ടോട്ടൽ സെയിൽസിൻ്റെ ഇക്വേഷൻ എഴുതുക. ക്യാഷ് സെയിൽസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ക്യാഷ് സെയിൽസ് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ക്രെഡിറ്റ് സെയിൽസ് ഇല്ല എങ്കിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയുന്നതിലൂടെ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോട്ടൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. അത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരികയും ദെൻ ബാലൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനും വേണ്ടി പറ്റും. ക്രെഡിറ്റ് സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ സെയിൽസ് കാണുന്ന ഇക്വേഷനിലേക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ക്യാഷ് സെയിൽസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കൂടെ ക്രെഡിറ്റ് സെയിൽസ് കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടുന്നത്. 1,82,000 ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ടോട്ടൽ സെയിൽസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ്. ക്രെഡിറ്റ് പർച്ചേസ് ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. നേരത്തെ നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കാം. മെയിനായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. നമുക്ക് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സൊക്കെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടുക. നേരത്തെ ക്രെഡിറ്റ് സെയിൽസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് കാണുന്ന സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ ടോട്ടൽ പർച്ചേസസ് കാണാൻ വേണ്ടി ക്യാഷ് പർച്ചേസസും ക്രെഡിറ്റ് പർച്ചേസസും ആഡ് ചെയ്താൽ മതി. ക്യാഷ് പർച്ചേസസ് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാബിലിറ്റിയാണ്. ലാബിലിറ്റി അക്കൗണ്ടുകളുടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് നോർമലായിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ബാലൻസ് ബ്രോ ഡൗൺ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് അവിടെ കാണാം. പിന്നീട് ചെക്ക് ചെയ്യേണ്ടത്, നേരത്തെ നമ്മളൊരു ഷോർട്ട് കട്ടിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയാം, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ജേണൽ എൻട്രിയുടെ ബേസിലാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ ആ ഒരു ജേണൽ എൻട്രീസിനെ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വളരെ ഷോർട്ട് കട്ടായിട്ടാണ് ഇവിടെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടൊക്കെ പഠിക്കുന്നത്. ഷോർട്ട് കട്ടായിട്ട് നിങ്ങളത് ഓർത്ത് വെക്കുക. ദെൻ ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന ഡീറ്റെയിൽസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരക്കുന്ന സമയത്ത് ആ ഒരു ക്രെഡിറ്റർ ഡിക്രീസ് ആവുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഡെബിറ്റ് സൈഡിലും, ഇൻക്രീസ് ആവുന്നുണ്ട് എങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്കും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. നമ്മൾ ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്യുന്നു, ക്യാഷ് പെയ്ഡ് ചെയ്യുന്നു. ബിസിനസ് ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം ടു ക്യാഷ് ഓർ ബാങ്ക്. പിന്നീട് ക്രെഡിറ്റേഴ്സ് നമുക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്യുകയാണ്. ക്രെഡിറ്റേഴ്സ് ബിസിനസ്സിലേക്ക് ഡിസ്കൗണ്ട് തരുകയാണ് ചെയ്യുന്നത്, അലോ ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നതാണ്, കുറയുന്നതാണ്. അത്രയും ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതില്ല. ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ടിൽ നിന്നും നമുക്ക് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ഈ ഒരു രീതിയിൽ വളരെ ഷോർട്ട് കട്ടായിട്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് ആ ഒരു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വളരെ ഷോർട്ട് കട്ടായിട്ട് എങ്ങനെയാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഒന്നുകിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, ദെൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് സർട്ടൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പർച്ചേസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ പർച്ചേസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന, ക്രെഡിറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സർട്ടൻ ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ പർച്ചേസസ് എന്ന് പറയുന്നത് ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ട്.
അതിൽ ക്യാഷ് പർച്ചേസസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ക്യാഷ് പർച്ചേസസ് 10,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. നമുക്കറിയാം ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് 14,000, 14,000 രൂപയാണ് ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ഡേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബാലൻസിനെയാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത്. 14,000 ആണ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റി അക്കൗണ്ട് ആണ്. ലാബിലിറ്റി അക്കൗണ്ടുകളുടെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ബൈ ബാലൻസ് ബ്രോ ഡൗൺ 14,000 ആണ്. ഓക്കെ, പിന്നീട് നമ്മൾ അടുത്തൊരു ഐറ്റത്തിലേക്ക് പോവാം. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പെയ്ഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പെയ്ഡ് ചെയ്യുന്ന സമയത്ത്, ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യാം. ടു ക്യാഷ് 10,000. അടുത്തൊരു ഐറ്റം ബിൽസ് പേയബിൾ ഗിവൺ ഓർ ആക്സെപ്റ്റഡ് ആണ്. നമ്മൾ ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുള്ള ബിൽസ് പേയബിൾ കൊടുത്തിട്ടുണ്ട്, അത് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ദെൻ പിന്നീട് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദം ആണ്. ക്രെഡിറ്റേഴ്സ് നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ടു ഡിസ്കൗണ്ട് 500 ആണ്. അടുത്തൊരു ഐറ്റം റിട്ടേൺ ഔട്ട്വേർഡ് ആണ്. റിട്ടേൺ ഔട്ട്വേർഡ് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയുന്നത് പർച്ചേസസ് റിട്ടേൺ ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൽ നിന്നും നമ്മൾ റിട്ടേൺ ആക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. അങ്ങനെ റിട്ടേൺ ആക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഡെബിറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് അവസാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലോസിംഗ് ഡീറ്റെയിൽസ് ആണ്. ക്ലോസിങ്ങിലെ ക്രെഡിറ്റേഴ്സ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 25,000 ആണ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. 25,000 നമുക്കറിയാം എന്താണ് ബാലൻസ് എഴുതേണ്ടത്, ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടത് ഡെബിറ്റിലാണ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഐറ്റംസ് നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ ഒരു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമുക്ക് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ടോട്ടലായിട്ട് നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. 48,500 ആണ് ഡെബിറ്റ് സൈഡിൽ കിട്ടുന്ന ടോട്ടൽ. ക്രെഡിറ്റ് സൈഡിലേക്ക് ബാലൻസ് ബ്രോ ഡൗൺ മാത്രമേ ഉള്ളൂ 14,000. ദെൻ ആ ഒരു 14,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 34,500 ആണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ബാലൻസിനെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്ന 34,500 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ആയിട്ട് പറയുന്നത്. ആ ഒരു ബാലൻസിങ് ഫിഗർ തന്നെയാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ക്രെഡിറ്റ് പർച്ചേസ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഇക്വേഷനിൽ ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ് ആണ് ടോട്ടൽ പർച്ചേസ് കാണാനുള്ളത്. അതിൽ ക്യാഷ് പർച്ചേസസ് 10,000 എന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് പർച്ചേസ് 10,000 ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കൂടെ ക്രെഡിറ്റ് പർച്ചേസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ക്രെഡിറ്റ് പർച്ചേസ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ പർച്ചേസസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ടോട്ടൽ പർച്ചേസസ് എന്ന് പറയുന്നത് 44,500 ആണ്. ഓക്കെ, 44,500. അപ്പോൾ നേരത്തെ നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്, അതേപോലെ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും കൂടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ ഷോർട്ട് കട്ടിലൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. വളരെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് 5 മാർക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും. ആ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എത്രയും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ വീതം നമ്മൾ
ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ക്രെഡിറ്റ് സെയിൽസും ക്രെഡിറ്റ് പർച്ചേസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് കാണാം. അതിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽസും ക്രെഡിറ്റ് പർച്ചേസസും കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്പർ 2 ആയിട്ട് അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിക്കുക. അവിടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യണ്ടൂ. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന ഷോർട്ട് കട്ടൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നതിലൂടെ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 3 കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് പർച്ചേസസ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ പർച്ചേസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ പർച്ചേസസ് കാണാൻ വേണ്ടി നമ്മൾക്ക് അതിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. ക്യാഷ് പർച്ചേസസ് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിക്കണം. ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3ൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ക്രെഡിറ്റ് പർച്ചേസസും ആ ഒരു ക്രെഡിറ്റ് പർച്ചേസസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്യാഷ് പർച്ചേസുമായിട്ട് ആഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ പർച്ചേസസും കണ്ടുപിടിക്കുക. ഈ ഒരു 3 പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളിലേക്ക് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടൊക്കെ നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിർബന്ധമായിട്ടും ആ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കേണ്ട ടോപ്പിക്ക് ബിൽസ് റെസീവബിളുമായിട്ട് ബന്ധപ്പെടുന്ന മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിൽസ് റെസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ബിൽസ് റെസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഫോർമാറ്റ്, ആ ഒരു ബിൽസ് റെസീവബിൾ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിലൂടെ നമ്മൾ നേരത്തെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തതുപോലെ നമുക്ക് ബിൽസ് റെസീവബിൾ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബിൽസ് റെസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഒരു ഫോർമാറ്റിലൂടെ ആ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഫോർമാറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. വളരെ ഷോർട്ട് കട്ടായിട്ട് ചെയ്യാനുള്ള മെത്തേഡ്സുകളുണ്ട്. ബിൽസ് റെസീവബിൾ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ബിൽസ് റെസീവബിൾ അക്കൗണ്ട് അതുകൊണ്ട് തന്നെ ഒരു അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റിലായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതുമായിട്ട് ബന്ധപ്പെടുന്ന ഡീറ്റെയിൽസ് അതിലെ നമ്മുടെ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിൽസ് റെസീവബിൾ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. ബിൽസ് റെസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ഒരു സൊല്യൂഷനും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഫോർമാറ്റിലൂടെ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തേണ്ടതാണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് ബിൽസ് പേയബിൾ അക്കൗണ്ടും നമ്മൾ നേരത്തെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബിൽസ് റെസീവബിൾ അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിലെ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. അതേപോലെ ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റിയാണ്. ലാബിലിറ്റി അക്കൗണ്ടുകളുടെ ഓപ്പണിംഗ് ബാലൻസ് നോർമലായിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ദെൻസുകൾ കൂടെ ആ ഒരു ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ഐറ്റംസ് കൂടെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഫോർമാറ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഒരു ക്വസ്റ്റ്യനോട് കൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.